കോഴിക്കോട് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശക്തമായി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഈ സമയമാകുമ്പോഴും പോളിംഗിന് വരുന്ന ആൾക്കാർ ക്യൂ ആയി തന്നെ തുടരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ശക്തമായ പോളിംഗ്, രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചരണങ്ങളെ അതിൻ്റെ തുണയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാനായി വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരൊക്കെ തന്നെയും നിരന്തരമായി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഇത് നമ്മൾ കാണുന്നു. ആൾക്കാർ പിന്നെ ചില സ്ഥലങ്ങളിൽ ക്യൂ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ കുറച്ച് നേരമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലെയാണോ നീങ്ങുന്നേ? കുറച്ച് സ്ലോ ആണ്. കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യത്തെ വോട്ടിനൊന്നാണോ? കന്നിവോട്ടാണോ? അതെ. കുറേ നേരമായി ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് കന്നിവോട്ടിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ചെറുതായിട്ട്. നിങ്ങൾ കന്നിവോട്ടാണോ? ആദ്യത്തെ വോട്ട്? അതെ. പഞ്ചായത്തിലേക്ക് അല്ലേ? എത്ര വോട്ട് ചെയ്യണം പഞ്ചായത്തിലാകുമ്പോൾ? 3 വോട്ട്. 3 വോട്ട് ചെയ്യണം അല്ലേ? ജില്ലാ, ബ്ലോക്ക്, ഗ്രാമം. നിങ്ങളെല്ലാം കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഇറങ്ങിയതാണോ? എല്ലാവരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്? കോളേജ് കഴിഞ്ഞത്. കോളേജ് കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ? നല്ല ക്യൂ ഉണ്ടോ? കുറച്ച് നേരം കാത്തിരിക്കുകയാണ്. കുട്ടിനെയായിട്ട് കുഴങ്ങാണ്. എങ്ങനെയാ കുറേ നേരത്തെ കാത്തിരിക്കാൻ അവിടെ? കുറച്ച് സമയമായി നമ്മളോട് കാണുന്നുണ്ട്. കാരണം ഈ ക്യൂ അത്യാവശ്യം പിന്നെ നീളമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ രാവിലത്തെ ജോലി കഴിഞ്ഞ് അവർ വന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകദേശം ഒരേ സമയം എത്തിയത് കൊണ്ട് തന്നെ ക്യൂ ഉണ്ട്. മാത്രമല്ല ഓപ്പൺ വോട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോളിങ്ങിൻ്റെ ഒരു സമയം ഒന്ന് ദൈർഘ്യമാകും. ചില ആൾക്കാർ ഓപ്പൺ വോട്ട് വന്ന് അത് പോയുന്നവരെ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ പോളിംഗ് നഗര ഗ്രാമ ഭേദമന്യേ മുന്നോട്ട് പോകുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ പോളിംഗ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ 80% പോളിംഗ് കോഴിക്കോട് ആകെ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും പോളിംഗ് ശതമാനം കുറയാനൊന്നും സാധ്യതയില്ല. അതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി ഒത്തിരി നേരമായിട്ട് ഇരിക്കുകയാണോ? കുറേ നേരമായി. കുറേ സമയമായി നിൽക്കുന്നു. വീട്ടിലെ പണി കഴിഞ്ഞ് ഇറങ്ങിയതായിരിക്കും അല്ലേ? വേഗം പണി തീർത്തിറങ്ങിയ ഇവിടെ കുറച്ച് പണിയായി പോയി. എന്തായാലും വേലൊക്കെ കൊണ്ട് കാത്തിരിക്കുകയാണ്. അതെ 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 അരമണിക്കൂറിലധികമായി കാത്തിരിക്കും. പോളിംഗ് കുറച്ച് വേഗത്തിലാകണമെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കാരണം ആൾക്കാർ കുറേ നേരമായി വെയിലത്തൊക്കെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ശരിയാണ്, പിന്നെ ആൾക്കാർക്ക് നിരന്തരമായി, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോളിങ്ങിലേക്ക് രംഗത്ത് ഇറങ്ങി വരുന്നത്. നഗരപ്രദേശങ്ങൾ രാവിലെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു മന്ദഗതിയുണ്ട്. അതേസമയം വീണ്ടും കുറച്ചുകൂടെ കഴിയുന്നതോടുകൂടി പോളിങ്ങിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണം. എന്തായാലും കോഴിക്കോട് ശക്തമായ പോളിംഗ് നടക്കുകയാണ്. ആർക്കായിരിക്കും ജനവിധി അനുകൂലമാകുക എന്നറിയില്ലെങ്കിൽ പോലും ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി തന്നെ തീരുമാനം ഉറപ്പിച്ച് വന്നത് വോട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്നും കാണാൻ കഴിയുന്നത്.